الحمد لله أحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിന്റെ വിധിവിലക്കൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്ന് നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമായിരുന്നു വിശുദ്ധ ഖുർആൻ യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ച ബദർ പോരാട്ടം എന്ന് പറയുന്നു. ഖുർആൻ അതിനെ സത്യാസത്യങ്ങൾ തമ്മിലുള്ള വിവേചന, സത്യവും അസത്യവും തമ്മിലുള്ള സംഘർഷത്തിൽ ഉരക്കല്ലായി നിശ്ചയിച്ച ദിവസമായിട്ടാണ് ഖുർആൻ ബദറിനെ പരിചയപ്പെടുത്തുന്നത്. ബദർ എന്ന് പറയുന്നത് വലിയൊരു യുദ്ധം അല്ല. നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മില്യൺ കണക്കിന് മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ട യുദ്ധങ്ങൾ, വേൾഡ് വാറുകൾ. ഇപ്പൊ ഒരാഴ്ചയായിട്ടില്ല 1200 ആൾ ഇറാനിൽ കൊല ചെയ്യപ്പെട്ടു. ഇപ്പൊ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ബദർ ഒന്നാമതായി എണ്ണാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ആകെ മരണപ്പെട്ടത് 84 പേരാണ്. കുറച്ചുപേർക്ക് പരിക്കു പറ്റി. ആകെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തത് 1300 ആളുകളാണ്. ഇപ്പൊ യുദ്ധങ്ങൾ ലോകത്ത് നമ്മൾ എണ്ണുമ്പോൾ അതിലെണ്ണാൻ പറ്റുന്നൊരു യുദ്ധമല്ല ബദർ എന്ന് പറയും. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബദർ ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും അനുസ്മരിക്കുന്നതെന്ന് ചോദിച്ചാൽ
3 കാരണം കൊണ്ട് ലോകത്തെ പോരാട്ടങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നതാണ് ബദർ. ഒന്നാമത് സത്യവിശ്വാസത്തിന്റെ കരുത്ത്, ശക്തി, അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസം, നീതിക്കായുള്ള അതിജീവനം. ഈ 3 തലക്കെട്ടിൽ നിങ്ങൾ ലോകത്തെ സംഘർഷങ്ങളെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊന്നാമത് ബദറാണ്. അതാണ് ബദറിന്റെ പ്രത്യേകതയും എന്ന് പറയും. ബദർ എന്ന് പറയുന്നത് നമുക്ക് ധാരാളം ഗുണപാഠങ്ങൾ നൽകുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ഒന്നാമത് ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ എന്നാണ്. സത്യവും അസത്യവും വേർതിരിയുന്ന ഒരക്കൽ, അതിന്റെ ഒരു മാനദണ്ഡമായി അല്ലാഹു നിശ്ചയിച്ച പോരാട്ടമാണ് ബദർ. ഖദ് കാന ലക്കും മായ, ബദറിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗുണപാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ അല്ലാഹ് അങ്ങനെ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും ദൃഷ്ടാന്തം ഉണ്ടാവണല്ലോ. എന്തൊക്കെയാണ് ബദറിന്റെ പാഠങ്ങൾ? ഒന്നാമത്തത്, അതിജീവനം ആഗ്രഹിക്കുന്ന സമൂഹം, സമുദായങ്ങൾ, പ്രത്യേകിച്ച് ആദർശ സമൂഹം. ബദർ ആദർശവും തമ്മിലുള്ള പോരാട്ടമാണ്. അത് അറബികൾക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. അറബികൾക്ക് അക്കാലത്ത് പരിചയമുണ്ടായിരുന്ന ഗോത്രങ്ങളും തമ്മിലുള്ള സംഘർഷമാണ്. ബദറിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരേ കുടുംബക്കാർ അതേ കുടുംബത്തിൽപ്പെട്ട ആളോട് തന്നെ യുദ്ധം ചെയ്യും. അതൊരിക്കലും അറബികൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഒരു ഗോത്രത്തിൽപ്പെട്ട ആള് ആ ഗോത്രത്തില് പെട്ട വേറെ ഒരാളോട് യുദ്ധം ചെയ്യില്ല. അത് അറബികളുടെ നിയമത്തിനെതിരാണ്. ബദറിൽ വന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വന്തം മകനോടാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ബന്ധുക്കളോടാണ്. അലി ഇബ്നു അബീ താലിബ് ഉടപ്പുറപ്പുകളോടാണ്. എല്ലാവരും ബന്ധുക്കളോടാണ് യുദ്ധം ചെയ്യുന്നത്. അത് അറബികളെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ലാത്തൊരു കാര്യം. കാരണം ആദർശങ്ങൾ തമ്മിലാണ് ഏറ്റവും. അവിടെ വ്യക്തി, കുടുംബം, ഗോത്രം, സമുദായം തുടങ്ങിയ പരിഗണനകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആദർശ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിജീവനമാണ് ബദർ എന്ന് പറയുന്നത്. ബദറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠമെന്ന് പറയുന്നത് ആസൂത്രണവും ആലോചനയും ചിന്തയും കൂടിയാലോചനയുമുള്ള സമൂഹത്തിന് അതിജീവിക്കാൻ കഴിയുമെന്നതാണ്. ബദറിന്റെ വേറൊരു പ്രത്യേകത, അറബികൾ അതിനു മുമ്പ് യുദ്ധം ചെയ്തവരാണ്. അയ്യാമുൽ അറബ് എന്ന് പറഞ്ഞ ചരിത്രമുണ്ട്. 18 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ ചരിത്രമാണ് അറബികൾ. അറബികളെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് യുദ്ധം എന്ന് പറയുന്ന ഒരു പുതുമുള്ള കാര്യമല്ല. പക്ഷെ ഇങ്ങനൊരു യുദ്ധം അവർ കണ്ടിട്ടില്ല. ആളുകളെല്ലാം സഫായി നിന്ന് വളരെ പ്ലാനിങ്ങോടുകൂടി, യഥാർത്ഥത്തിൽ യുദ്ധത്തിന് വന്ന ആളുകളല്ല, പക്ഷെ എങ്കിൽ പോലും ആ യുദ്ധ ഗ്രൗണ്ടിൽ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്ലാനിങ് ഒരിക്കലും അറബികൾക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. അവർ വന്നാൽ തല്ല് തുടങ്ങാന്നുള്ള പരിപാടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പും വില്ലുള്ള ആളുകളെ നിർത്തിയത്, കുതിരപ്പടയാളികളെ നിർത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ക്രമീകരിച്ചത്, ഇതൊക്കെ വേറൊരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അവശിഷ്ടം പോലും അവശേഷിച്ചില്ല. എല്ലാ വേസ്റ്റും നീക്കിയിട്ടാണ് മുസ്ലിങ്ങൾ പോയത്. ഒരു സംസ്കാരമാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു സമ്മേളനം നടത്തിയാൽ പിന്നെ അവിടെ കുപ്പിയും പാട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് ബദർ പഠിപ്പിച്ച പാടാണ്. യുദ്ധം കഴിഞ്ഞിട്ട് അതുണ്ടായില്ല എന്ന് പറയുമ്പോൾ വേറുള്ളത് കഴിഞ്ഞാൽ ഏതായാലും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കാണ്, ആദ്യം മുതൽ അവസാനം വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധാസൂത്രണം എന്ന് പറയുന്ന പാഠം തന്നെ ഉണ്ട്. ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുള്ളത് ദ ബാറ്റിൽ ഫീൽഡ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് എന്നാണ്. പ്രവാചക തിരുമേനിയുടെ യുദ്ധക്കളങ്ങൾ എന്നാണ്. യുദ്ധക്കളങ്ങളിൽ മികച്ച ആസൂത്രണകനായിരുന്നു പ്രവാചക തിരുമേനി. ആസൂത്രണവും ആലോചനയും ചിന്താശേഷിയും കൂടിയാലോചനയും എമ്പാടും ഉള്ള ഒരു പോരാട്ടമായിരുന്നു ബദർ എന്ന് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് തെരഞ്ഞെടുത്ത സ്ഥലം
അത് ശരിയായൊരു സ്ഥലമല്ല, അതിനേക്കാൾ നല്ല സ്ഥലം വേറുണ്ട് എന്നൊരു സഹാബി അഭിപ്രായം പറഞ്ഞപ്പോ നബി തിരുമേനി ഞാൻ നബിയല്ലേ എന്ന് കരുതി അഭിപ്രായം സ്വീകരിക്കാതിരുന്നില്ല. ആ സഹാബി പറഞ്ഞ സ്ഥലത്താണ് തമ്പടിച്ചത്. ആ സഹാബി ആദ്യം തന്നെ ചോദിച്ചു, നബി അത് വഹിയാണോ, അള്ളാഹ് പറഞ്ഞിട്ടാണോ ഇവിടെ നിൽക്കുന്നതല്ല, എന്റെ സ്വന്തം അഭിപ്രായമാണ്. എന്നാ എനിക്ക് വേറൊരു അഭിപ്രായമാണ്. ആ അഭിപ്രായം എന്താണ്? ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം തമ്പടിക്കാൻ ബദറിൽ വേറുണ്ട്. അപ്പൊ യാതൊരു സങ്കോചമില്ലാതെ, കാരണം മനുഷ്യൻ നൽകുന്ന ഏറ്റവും വലിയ ത്യാഗം എന്ന് പറഞ്ഞാൽ സ്വന്തം അഭിപ്രായം ത്യജിക്കലാണ്. 1 കോടി റുപ്യ സംഭാവന കൊടുക്കലല്ല. ഞാൻ പറഞ്ഞ അഭിപ്രായം വേറൊരാൾക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ ത്യാഗം. അത് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടിയാലോചനയുടെ മർമ്മം അതാണ്. കൂടിയാലോചന വരുമ്പോൾ 4 ആളുണ്ടെങ്കിൽ 4 അഭിപ്രായം പറയില്ലേ? അപ്പൊ ഏറ്റവും നല്ലതിലേക്ക് മറ്റുള്ളവർ വരലാണ് കൂടിയാലോചന എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. ആ നബി സല്ലല്ലാഹു അലൈഹി ഹിജറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആസൂത്രണത്തിന്റെ പാഠങ്ങൾ കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം ത്യാഗത്തിന്റെ പാഠങ്ങളുണ്ട്. ത്യാഗസന്നദ്ധത ഇല്ലാത്ത ഒരു ജനതക്കും ലോകത്ത് ജയിക്കാൻ കഴിയില്ല. ത്യാഗമില്ലാത്തൊരു ബിസിനസ്സുകാരനും വളരാൻ കഴിയില്ല. ത്യാഗമില്ലാത്തൊരു വ്യക്തിയും ലോകത്തെ വലിയ വിജയങ്ങൾ എത്തിപ്പിടിച്ചിട്ടില്ല. ഒരു സമുദായം, ഒരു സമൂഹം, ഒരു ആദർശ സമൂഹം എന്ന നിലയിൽ ത്യാഗമില്ലാതെ ഒരിക്കലും അതിജീവിക്കാൻ കഴിയില്ല. തൽഹിയത്തിന്റെ പാഠം അതാണ്. ബദറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തൽഹിയത്തിന്റെ ധാരാളം പാഠങ്ങളുണ്ട്. അബൂ ഉബൈദത്തുൽ ജറാഹ് അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ വിശ്വസ്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുത്ത അബൂ ഉബൈദ പോരാടിയത് സ്വന്തം പിതാവിനെതിരെയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിന്റെ സഫ് ക്രമീകരിച്ചപ്പോ, അതിന്റെ ലൈൻ ക്രമീകരിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി തിരുമേനി പറയുന്നുണ്ട്, നീ ഈ ഭാഗത്തേക്ക് നിൽക്കും. അതെന്തുകൊണ്ടാണ് നബിയെ? ആ ഭാഗത്ത് നിന്റെ മകനുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മകൻ ഉണ്ടെങ്കിൽ എന്റെ മകനോടാണല്ലോ ആദ്യം യുദ്ധം ചെയ്യേണ്ടത്, പിന്നല്ല നാട്ടുകാരോട്. അപ്പൊ ഞാൻ ഈ ഭാഗത്ത് തന്നെ നിൽക്കാൻ നിങ്ങൾ അനുമതി തരികയാണെങ്കിൽ, അതുകൊണ്ട് ആ അനുമതി വാങ്ങി ആ ഭാഗത്ത് തന്നെ നിൽക്കാൻ. അപ്പൊ അതുകൊണ്ട് ത്യാഗത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ അലി ബിൻ അബി ത്വാലിബ്, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, എല്ലാ ആളുകളും മികച്ച ത്യാഗം ചെയ്തിട്ടാണ് ഈ പോരാട്ടത്തെ വിജയിപ്പിച്ചത്. അപ്പൊ ലോകത്ത് ത്യാഗത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ബദർ എന്ന് പറയുന്നത്. ആ ത്യാഗം അള്ളാഹുവിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വളരെ ദുർബലരായിരിക്കെ ബദറിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത്, ആ സഹായം അള്ളാഹു നൽകിയത് ഈ ത്യാഗം അള്ളാഹുവിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഹിജറയിലും മറ്റേത് സന്ദർഭങ്ങളിലും സുഹൈബ് റൂമി, ഉമ്മു സലമ, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, ഇവരുടെയൊക്കെ ത്യാഗ ചരിത്രം ഹിജറയിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ത്യാഗമില്ലാതെ ഒരു സമൂഹത്തിന് അതിജയിക്കാൻ കഴിയില്ല. അപ്പോ ത്യാഗത്തിന്റെ പാടാണ് നൽകുന്നത്. മറ്റു നമുക്കറിയാം അള്ളാഹുവിന്റെ സഹായം, ഇടപെടൽ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമാക്സ് എന്ന് പറയുന്ന അള്ളാഹു ഇടപെടലാണ്, അള്ളാഹുവിന്റെ സഹായമാണ്. ഈ ആദ്യത്തെ 2 കാര്യം ഉണ്ടാവുമ്പോഴേ അത് സഹായിക്കുള്ളൂ. ആ അള്ളാഹുവിന്റെ സഹായം ധാരാളമുണ്ടായി. അതാണ് ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. നീയല്ല യുദ്ധം ചെയ്തത് ഞാനാണ്, നീയല്ല എറിഞ്ഞത് ഞാനാണ് എന്ന് അള്ളാഹു ബദറിനെ കുറിച്ച് പറയുന്നത്. അള്ളാഹു നേരിട്ട് ഇടപെട്ടൊരു യുദ്ധമാണ്. അതുകൊണ്ടാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളും ബദറിൽ പങ്കെടുത്ത മനുഷ്യരുമാണ് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തവരും മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കാൻ, ഈ ആളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരാണ്. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, മലക്കുകളും അങ്ങനെയാണ്. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകളും മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ശ്രേഷ്ഠരായ ആളുകളാണ്. കാരണം എന്താണ്? ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവര് പോരാടുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെടുകയാണ്. ഈ അള്ളാഹുവിന്റെ ഇടപെടൽ നമ്മുടെ വിഷയത്തിൽ വേണമെങ്കിൽ അള്ളാഹുവിനോട് 2 കാര്യങ്ങൾ നമ്മൾ പുലർത്തണം. ഒന്ന്, അള്ളാഹുവിനെ നമ്മൾ സഹായിക്കണം. ബദറിന്റെ പാഠം പറയുന്നിടത്ത് ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും,
അള്ളാഹിനെ സഹായിച്ചപ്പോ അള്ളാഹു തിരിച്ചു സഹായിച്ചു. രണ്ടാമത്തത് അള്ളാഹുവിനോട് സഹായം തേടി പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ മുഴുവൻ അള്ളാഹുവിനെ കേന്ദ്രബിന്ദുവാക്കിയ ഒരു ആദർശമാണ് ഇസ്ലാം. ബദറിൽ അബൂജഹലും പ്രാർത്ഥിച്ചത് ആരോടാണ്? അള്ളാഹിനോട് തന്നെയാണ്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ടാണ് അബൂജഹൽ പ്രാർത്ഥന തുടങ്ങുന്നത്. അള്ളാഹുവേ ഞങ്ങളെ രക്ഷിക്കണം. മുഹമ്മദ് ഖദ് ഖതഅന റഹിം, ഞങ്ങളുടെ കുടുംബബന്ധം വിച്ഛേദിച്ചവനാണ്, ഞങ്ങളിൽ അനൈക്യമുണ്ടാക്കിയവനാണ്. അതുകൊണ്ട് മുഹമ്മദിനെ നീ തകർക്കണേ എന്ന് അള്ളാഹിനോടാണ് ആര് പ്രാർത്ഥിച്ചത്? അബൂജഹൽ പ്രാർത്ഥിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തും പ്രാർത്ഥിച്ചു. കാരണം അള്ളാഹുവിനോട് ആ പ്രാർത്ഥന അള്ളാഹ്ക്ക് ആവശ്യമില്ല. അത് അള്ളാഹുവിന്റെ അതൊരു ജീവിത വ്യവസ്ഥ അള്ളാഹുവിന് ക്രമീകരിച്ചു കൊടുത്തതിൽ നിന്നുള്ള തേട്ടല്ല. അതൊരാവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള താൽക്കാലികമായ കാര്യമാണ്. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കില്ല. അതുകൊണ്ട് അടിമുടി അള്ളാഹുവിന് വകവെച്ചു കൊടുത്ത ഒരു ജീവിതക്രമത്തിൽ നിന്നേ അള്ളാഹുവിനെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മൾ കുറച്ച് വേറുള്ള ആൾക്ക് കുറച്ച് അപ്പുറത്ത് കൊടുത്തിട്ട് ആവശ്യം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ വിളിക്കുക എന്നുള്ളതല്ല, അള്ളാഹുവിനെ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത്. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു, ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചു. നബി തിരുമേനിയുടെ പ്രാർത്ഥന കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. പ്രാർത്ഥന കണ്ടിട്ട് കരഞ്ഞു. കാരണം നേരത്രായി രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നബി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നബി ഇരുന്ന മണലിന്റെ ഭാഗമൊക്കെ നനഞ്ഞിട്ടുണ്ട്, കണ്ണീരോണ്ട് നനഞ്ഞതാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലെ, നമ്മളെ അല്ലാതെ ആരെയാണ് അള്ളാഹ് സഹായിക്കുക? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതു, അള്ളാഹുവിന്റെ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. ഒരുറപ്പ് വേണല്ലോ പോരാടാൻ. അപ്പൊ ഈ പോരാട്ടത്തിന് അള്ളാഹുവിന്റെ സുവാർത്ത, സന്തോഷവാർത്ത ലഭിക്കുന്നതുവരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അള്ളാഹു അതിനെ സന്തോഷവാർത്ത അറിയിച്ചു. അപ്പോഴാണ് അബ്ശിർ യാ അബൂബക്കർ, അബൂബക്കർ സന്തോഷിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, സമൂഹത്തിലെ യൂണിറ്റി, ഐക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊട്ടി ഉറപ്പിച്ചിട്ടാണ് ബദറിലേക്ക് പോകുന്നത്. കാരണം ബദറിലുണ്ടായിരുന്നത് ഒന്ന് ഔസ് ഖദറജ് ഗോത്രമാണ്. ഈ ഔസ് ഖദറജ് ഗോത്രം ഇസ്ലാമിന് മുമ്പ് തമ്മിൽ സംഘർഷപ്പെട്ട ഗോത്രങ്ങളാണ്. നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഗോത്രത്തിന്റെ പേരിൽ. ആ രണ്ടു കൂട്ടരാണ്. ആ കൂട്ടർ രണ്ടുപേരും ചേരുമ്പോ പിന്നെ തമ്മിൽ തല്ലാൻ പാടില്ല. പിന്നുള്ളത് മക്കേന്ന് വന്ന ആളുകളാണ്, മുഹാജിറുകളാണ്. ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് മുഹാജിറുകളാണ്. ആ മുഹാജിർ മൂന്ന് വിഭാഗം ആളുകളാണ്. ഒന്ന് വന്ന് അഭയാർത്ഥികളായി വന്ന ഹിജറ ചെയ്തു വന്ന ആളുകൾ. മറ്റൊന്ന് അവിടെ തന്നെ ജീവിക്കുമ്പോൾ തമ്മിൽ ഗോത്രത്തിന്റെ പേരിൽ വലിയ വലിയ സംഘർഷങ്ങൾ നടത്തിയ രണ്ട് ഗോത്രങ്ങൾ. ഈ രണ്ട് ഗോത്രങ്ങൾ കഅന്നഹും ബുന്യാനും മർസൂസ്, ഒറ്റ എടുപ്പ് പോലെ, ഒരു ചുമര് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി. അതിജീവിക്കാനുണ്ടാവേണ്ട നാലാമത്തെ ഗുണം ആദർശ സമൂഹം ഒരുമിക്കുക എന്നതാണ്. വിഘടിച്ചാൽ അതിജീവിക്കാൻ പറ്റില്ല. വിഘടിച്ചാലും വിഘടിക്കുന്ന ആശയങ്ങളും ചിന്താഗതികളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും അതിജീവിക്കാൻ കഴിയില്ല. അവർക്കൊരു ആത്മനിർവൃതി ഉണ്ടാവും. എന്നൊഴിച്ചു നിർത്തിയാൽ അതിജീവിക്കണം ഈ ഉമ്മത്തിനെങ്കിൽ യൂണിറ്റി വളരെ പ്രധാനമാണ്. ആ യൂണിറ്റി ഉറപ്പിച്ചിട്ടാണ് നബി യുദ്ധത്തിന് പോകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിൽക്കുകയാണ്. എന്താ നിൽക്കുന്നത്? മുഹാജിറുകൾ പറഞ്ഞു. മുഹാജിറുകളുടെ കാര്യത്തിൽ നബിക്ക് ഒരു ബേജാറുമില്ല. കാരണം എന്ത് പ്രതിസന്ധി വന്നാലും നബിയുടെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കും മുഹാജിറുകൾ. കാരണം ഇതിലും വലിയത് ത്യജിച്ചിട്ടാണ് അവർ മദീനയിലേക്ക് വന്നത്. അബൂജഹലിനെ കൂട്ടരുടെ യുദ്ധ മുതലിൽ ഈ പങ്കെടുക്കുന്ന മനുഷ്യരുടെ സ്വത്താണ് അധികവും. കാരണം അവർ കവർന്നെടുത്തതാണ്. അവരുടെ വീടും അവരുടെ സ്ഥലവും അവരുടെ സമ്പത്തും കവർന്നെടുത്തിട്ടാണ് യുദ്ധത്തിന് ഇത്രയധികം കുതിരകൾ അബൂജഹൽ സംഘടിപ്പിച്ചത്. അപ്പൊ ആ മനുഷ്യരുടെ ത്യാഗത്തിൽ നബിക്കൊരു സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവർത്തിച്ചത് പറഞ്ഞു. പക്ഷെ നബി യുദ്ധത്തിന് തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിന്റെയും ഖദറജിന്റെയും ആളുകൾ പറയണം. അപ്പോഴാണ് ഓരോരുത്തർ എഴുന്നേറ്റ് പറയാൻ തുടങ്ങിയത്, നബിയെ, തീക്കട്ട കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ പിടിക്കാൻ പറഞ്ഞാലും ഞങ്ങളത് പിടിക്കും, ഞങ്ങളെ കാര്യത്തിൽ ബേജാറില്ല. മറ്റൊരു ഗോത്രത്തിന്റെ ആള് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയാൻ, 7 കടല് താണ്ടിക്കടക്കാനാണ് നിങ്ങൾ പറയുന്നെങ്കിലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഇറങ്ങും.
മൂസാ അലൈഹി ഇസ്ലാമിനോട് ബനു ഇസ്രായേൽ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല, നീയും നിന്റെ റബ്ബും യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയില്ല. 7 കടല് മുറിച്ചു കടക്കാനാണ് നിങ്ങൾ പറയുന്നതെങ്കിലും ഞങ്ങൾ അതിന് തയ്യാറാണ്. അപ്പോഴാണ് ഈ യൂണിറ്റി നബിക്ക് ബോധ്യപ്പെട്ടു. ആ സമയത്താണ് സംഘർഷത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ഈ ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആയുധശക്തിയും ആൾബലവും സാമ്പത്തിക ശേഷിയും എല്ലാം ഉള്ള ഒരു സമൂഹത്തെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ സാധിച്ചു. അത് ലോകത്തെല്ലാ മനുഷ്യർക്കും ഈ ഗുണപാഠങ്ങളുണ്ട്. ലോകത്തെല്ലാ മനുഷ്യർക്കും ബദർ നൽകുന്ന ലഖദ് കാന ലക്കും മായ എന്ന് അള്ളാഹു പറഞ്ഞ ഒന്നെന്താണ്? ആദർശവും വിശ്വാസവുമാണ്. അത് വളരെ പ്രധാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ മികച്ച ആസൂത്രണമാണ്. മൂന്നാമത്തത് നമുക്കറിയാം തൽഹിയത്താണ്, ത്യാഗമാണ്. നാലാമത്തത് അള്ളാഹുവിന്റെ ഇടപെടലും സഹായവുമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അഞ്ചാമത്തെന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഒരുമയും ഐക്യവുമാണ്. ഈ 5 കാര്യം ലോകത്ത് എവിടെ ഉമ്മത്ത് ജീവിക്കുന്നോ അവർക്ക് ബദർ നൽകുന്ന മെസ്സേജാണ്. ബദർ നൽകുന്ന മെസ്സേജ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ന്യൂനപക്ഷമാണെങ്കിലും ദുർബലരാണെങ്കിലും വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല, ബദറിൽ സഹായിച്ച റബ്ബ് ഇപ്പോഴും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. അവിടെ 5 ഗുണം ഉണ്ടാവും. എല്ലാ സന്ദർഭങ്ങളിലും ഈ ഉമ്മത്തിന്റെ അതിജീവനത്തിൽ റബ്ബ് നേരിട്ടിടപെട്ടിട്ടുണ്ട്. അത് ഇടപെടണമെങ്കിൽ ചില ക്വാളിറ്റി നമുക്കുണ്ടാവും. ആ ക്വാളിറ്റി. അപ്പൊ ലോകത്ത് ബദർ നമുക്ക് നൽകുന്ന മെസ്സേജുകളിൽ ഈ 5 മെസ്സേജുകൾ ലോകത്തെല്ലാ സമൂഹത്തിനും വളരെ പ്രധാനം. അത് ഏറിയും കുറഞ്ഞുമുള്ള ആളുകൾക്ക് അതിന്റേതായ മേന്മകളും നന്മകളും അള്ളാഹു സമ്മാനിച്ചുകൊണ്ടേയിരിക്കും. അത് പൂർണ്ണതയില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും, പക്ഷെ അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് ലോകത്തുണ്ടാവും. ബദരീങ്ങൾ എന്ന് പറയുന്ന എന്താണ്? ഹുമുൽ റിജാലു ബല ഹുമുൽ ജിബാലു ബല ബുദൂറു മില്ലത്തിന ബൽ സാദത്തുൻ കുബറ, ബൽ സാദത്തുൻ കുബറ, പർവ്വത സമാനമായ ലീഡർ നേതാക്കന്മാരാണ് ബദരീങ്ങൾ. ബദരീങ്ങളുടെ പ്രത്യേകത അവരുടെ ഓരോ മനുഷ്യന്റെയും ഉള്ള് ത്യാഗം കൊണ്ട് ജ്വലിച്ചമരുന്ന ഹൃദയമാണ്. അത്യുജ്വലമായ ത്യാഗമാണ് എല്ലാ മനുഷ്യരും. കാരണം ബദറിൽ പങ്കെടുത്ത ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം പിതാവ് വന്നിട്ട് മുഹമ്മദിനെ വെല്ലുവിളിക്കാൻ, മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് പോരാടാൻ ധൈര്യമുള്ളവർ ആരാണുള്ളത്? മക്കയിലുള്ള ആളുകൾ മതി, മദീനക്കാര് വേണ്ട, നീ ഭീരുവായി പോയോ എന്നൊക്കെ പ്രവാചകൻ ആക്ഷേപിച്ചപ്പോ വെല്ലുവിളിക്കുന്ന ആളുടെ മകൻ അവിടെ ഇരിക്കുന്നുണ്ട്. നബിയോട് ചോദിക്കാൻ, നബിയെ ഞാൻ പോരാടിക്കോളാം, ഞാൻ ആ വാപ്പാന്റെ മോനാണ്. നബി പറഞ്ഞത് വാപ്പയാണ്, വാപ്പാനോട് പോയി ഏറ്റുമുട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ് കൈപിടിച്ചു വെക്കുകയാണ്. 2-3 പ്രാവശ്യം ഈ വെല്ലുവിളി ആവർത്തിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിക്കൊന്നും കാത്തു നിൽക്കാതെ ഈ മകൻ പോയിട്ട് പിതാവിനോ ഏറ്റുമുട്ടി ആ പിതാവിനെ വധിച്ചിട്ട് നബീന്റെ അടുത്തേക്ക് വരികയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂൽ സലാം അടക്കിയില്ല. കാരണം റസൂൽ ഇത്ര വലിയ ത്യാഗം പ്രതീക്ഷിച്ചില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴാണ് ജിബ്രീൽ വരുന്നത്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അയാൾ ചെയ്തതാണ് ശരി. ആ മനുഷ്യന്റെ പേരാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഭൂമി നിറയെ അല്ലാഹ് എന്നോട് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കാണ്, ഉമറേ നിനക്കെന്ത് വേണം എന്ന് അള്ളാന്റെ മുന്നിൽ വന്ന് ചോദിച്ചാൽ ഒരു ആഗ്രഹം പറഞ്ഞത് നടന്ന കാര്യമല്ല. ഞാൻ അള്ളാഹിനോട് പറയും, ഭൂമി നിറയെ അബൂ ഉബൈദമാര് മതി അല്ലാഹുവേ എന്ന് ഞാൻ പറയും. വേറൊരാഗ്രഹവും ഖത്താബിന്റെ മകനില്ല. ആ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ത്യാഗത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ അതിജീവനത്തിന് വലിയ പാഠങ്ങൾ ബദർ നൽകുന്നുവെന്ന് അള്ളാഹ് തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്താണ്. സൂറത്തുൽ അൻഫാൽ ബദറിന് അവലോകനം ചെയ്ത അധ്യായമാണ്. ആ അധ്യായത്തിൽ ആരാണ് ബദരീങ്ങൾ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. ആ ഗുണം നമ്മൾ ആർജിച്ചെടുക്കുക. ബദരീങ്ങൾക്കുണ്ടായിരുന്ന ഗുണം അതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും ബദറിൽ അല്ലാഹുവിന്റെ സഹായം പ്രത്യേകമുണ്ടായത് എന്ന് നമുക്ക് കാണാം. ലോകത്തെല്ലാ സംഘർഷങ്ങളും ഈ ഒരു ത്രാസിൽ നമ്മൾ മനസ്സിലാക്കും. ലോകത്ത് പോരാട്ടങ്ങളുണ്ടാവും. ആ പോരാട്ടങ്ങളോട് വിശ്വാസിക്ക് സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ഒന്ന് ആദർശ സമീപനമാണ്.
തങ്ങളുടെ ആദർശത്തിലും വിശ്വാസത്തിലുമുള്ള ആളുകളാണെങ്കിൽ അവരെ സഹായിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യും. രണ്ട്, ലോകത്ത് വിശ്വാസികൾ ഇപ്പോ പശ്ചിമേഷ്യയിൽ അശാന്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകപക്ഷീയമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാൻ എതിരെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഒരു പ്രയോഗമുണ്ട്, ചർച്ചക്കിരിക്കുന്ന ടേബിളിന് അമേരിക്ക തീ കൊടുത്തു എന്നാണ്. മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇരുത്തുകൊണ്ടിരിക്കുന്ന ടേബിളിന് ആ യുദ്ധത്തിനെ കുറിച്ച് ഇറാന്റെ ഒരു കമന്റ് അതാണ്. ചർച്ചയ്ക്കിരിക്കുന്ന മേശയ്ക്ക് അമേരിക്ക തീ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇവിടെ പോയി ബോംബ് പൊട്ടുന്നത്, മിസൈല് വരുന്നു. 1200ഓളം മനുഷ്യർ ഇതുവരെ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ 155 ആളുകൾ ചെറിയ കുട്ടികളാണ്, സ്കൂൾ കുട്ടികൾ. അവരെ രക്തം പുരണ്ട സ്കൂൾ ബാഗ് ഇന്നലെ മിന്നാന്നൊക്കെ പത്രത്തിലും ടെലിവിഷനിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഒരു സംഘർഷം ലോകത്തുടലെടുക്കുമ്പോൾ ആ സംഘർഷത്തെ വിലയിരുത്താൻ നിങ്ങൾക്കിടയിൽ ഒരു ഫുർഖാനുണ്ട്. ഞാൻ ആരുടെ കൂടെ നിൽക്കണം എന്ന് മനസ്സിലാകണല്ലോ. ആ മനസ്സിലാവണമെങ്കിൽ 5 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, നീതിക്ക് വേണ്ടി നിലകൊള്ളണം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. നീതി ആരുടെ ഭാഗത്താണോ, അവർ മുസ്ലിമാണോ അമുസ്ലിമാണോ ഒന്നും വിഷയമല്ല, നീതിയുടെ കൂടെ നിലകൊള്ളണം. നീതിയുടെ നിലകൊള്ളണം. ഈ സംഘർഷത്തിൽ നീതി ആരുടെ ഭാഗത്താണ്? നീതി ആരുടെ ഭാഗത്താണ്? നിസ്സംശയം ഇറാന്റെ ഭാഗത്താണ്. അതിലൊരു സംശയമില്ല. ഇറാനോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതേസമയം യഥാർത്ഥത്തിൽ ഇറാന്റെ കൂടെയാണ് നീതി. യുദ്ധത്തിന് മുമ്പ് ചർച്ചയ്ക്ക് തയ്യാറായി ചർച്ച നടന്നുകൊണ്ടിരിക്കെ ഏകപക്ഷീയമായി ഒരു രാജ്യത്തിന്റെ അതിന്റെ സ്വാതന്ത്ര്യത്തിനും അതിന്റെ ഭരണഘടനക്കും അതിന്റെ അധികാരത്തിനും വെല്ലുവിളിയായി വേറെ രാജ്യം കൊണ്ടുപോയി ഏകപക്ഷീയമായി ആക്രമിക്കണം. ഏകപക്ഷീയമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ്? ലോകത്ത് ഏറ്റവും നിങ്ങളുടെ വലിയ ശത്രുവാരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അശൈത്താനുൽ അദീം, അമേരിക്കയാണ്. ലോകത്തെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയാണ് എന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം രക്തസാക്ഷിയാവേണ്ട പരമോന്നത നേതാവിനോട് റഷ്യ പറഞ്ഞത്, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, റഷ്യ അഭയം തരാൻ. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, ഇറാനിൽ എല്ലാ പൗരന്മാർക്കും നിങ്ങൾ അഭയം കൊടുക്കുമെങ്കിൽ ഞാനും വരാം, അല്ലാതെ എനിക്ക് വേണ്ടി മാത്രമായിട്ടൊരു അഭയം വേണ്ടതില്ല. ഇല്ല, യുദ്ധം തുടങ്ങിയപ്പോ ഒരു ജനത ബങ്കറിലാണ്, മറ്റേ ജനത തെരുവിലാണ്. വ്യത്യാസമുണ്ട്. അവരുടെ ആ പോരാട്ടത്തിന്റെ വീര്യമൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇതിലൂടെ വലിയ സംഘർഷങ്ങൾ വ്യാപിച്ചു. GCCയിലേക്ക് സംഘർഷങ്ങൾ വ്യാപിച്ചു. ഇതിലെല്ലാം ഇറാൻ ചെയ്യുന്നതാണ് അല്ല എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഖത്തറിനും അതുപോലെ സൗദി എന്നൊക്കെ മൊസാദിന്റെ ഏജന്റുമാരെ ഗവൺമെന്റ് തന്നെ പിടികൂടി ആക്രമണം നടത്താൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ചെലവിൽ ആക്രമണം നടത്തുന്ന ആളുകളുണ്ടാവും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലേക്ക് ആക്രമിക്കണമെങ്കിൽ 12 റഡാറുകൾ കവർ ചെയ്യണം. ഈ റഡാറുകളൊക്കെ സ്ഥാപിച്ചത് എവിടെയാണ്? അറബ് രാജ്യങ്ങളിലാണ്. ഇസ്രായേലിലേക്ക് ആരെങ്കിലും മിസൈൽ ഏതെങ്കിലും കാലത്ത് വിട്ടാൽ ആ വഴിയിൽ മാത്രമേ അമേരിക്കൻ ബേസ്മെന്റ് ഉള്ളൂ. ബുദ്ധിയില്ലാത്ത ആളുകൾ അതിനുവേണ്ടി തയ്യാറായി. അതൊന്നും ആലോചിച്ചിട്ടില്ല. അമേരിക്കങ്ങളെ രക്ഷിക്കും എന്നാണ് വിചാരിച്ചിട്ട് ബേസ്മെന്റ് കൊടുത്തു. ബേസ്മെന്റ് കൊടുത്തത് മുഴുവൻ ഇസ്രായേലിലേക്ക് പോകുന്ന വഴിയിലുള്ള ബേസ്മെന്റാണ്. അത് തകർക്കാതെ ഒരിക്കലും ഇസ്രായേലിന് അപ്പോഴത്ത് പോകുന്നത് ഒരു രാജ്യം അതേ ചെയ്യുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ന്യായമാണ്. കാരണം തങ്ങളുടെ ശത്രുവിനെ ആക്രമിക്കാൻ വഴിയിലുള്ള തടസ്സങ്ങൾ എന്തായാലും അവര് അത് വേറെ മുന്നറിയിപ്പ് കൊടുത്ത്. അപ്പൊ അത് സംഘർഷങ്ങൾ വ്യാപിച്ചാൽ, ഈ യുദ്ധം ഇതുപോലെ നീണ്ടു നിന്നാൽ ലോകത്തെ മറ്റു യുദ്ധങ്ങളെപ്പോലെയല്ല നമ്മളെല്ലാവരെയും ജീവിതത്തെ അത് ബാധിക്കും. GCCയിൽ ഇതേപോലെ ഫ്ലൈറ്റ് നിലച്ചുപോയാൽ, അല്ലെങ്കിൽ അവിടുത്തെ കടകമ്പോളങ്ങൾ അടഞ്ഞുപോയാൽ, അവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങൾ താൽക്കാലികമായി നിർത്തിപ്പോയാൽ അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുണ്ടാവും. കാരണം ഒരാളെങ്കിലും പ്രവാസിയല്ലാത്തൊരു വീടും നമ്മുടെ നാട്ടിലില്ല. ഇല്ല. ഇപ്പൊ യൂറോപ്പ് 30% എണ്ണയുടെ വില വർദ്ധിപ്പിക്കാൻ പോവാണ്. ഇന്നലെ വർദ്ധിപ്പിച്ചു എന്നാണ് കേൾക്കുന്നത്. അതേ തോതിൽ ഇവിടെ വർദ്ധിപ്പിച്ചാൽ ജീവിതത്തിന്റെ എല്ലാ നിലവാരവും തെറ്റും, ബഡ്ജറ്റൊക്കെ മാറും, വിലവർധന ഉണ്ടാവും, ദാരിദ്ര്യത്തിലേക്ക് വരെ നമ്മൾ പോകും. കാരണം ഇതിന്റെ നട്ടെല്ല് എന്ന് പറയുന്ന പ്രവാസികളുടെ ധനമാണ്.
പടച്ചറബ് നമ്മളെ സഹോദരന്മാരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ലോകത്ത് ഏത് സംഘർഷം നിന്നാലും നീതിയുടെ കൂടെ നിൽക്കണം. രണ്ടാമത്തെ സാഹോദര്യം വളരെ പ്രധാനപ്പെട്ട. നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളാർ, അവരോട് സാഹോദര്യപ്പെടണം. റോമയും പേർഷ്യയും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോ റസൂൽ നിന്നത് ആരുടെ കൂടെയാണ്? റോമിന്റെ കൂടെയാണ്. റോം ക്രിസ്തുമത വിശ്വാസികളും മറ്റത് മജൂസികളുമാണ്. ഇസ്ലാമിനോട് എന്തെങ്കിലും ഒരടുപ്പം മജൂസികളെക്കാൾ കൂടുതൽ ആർക്കാണ്? ക്രിസ്ത്യാനികൾക്കാണ്. അതാണ് ക്രിസ്തുമതം കൂടുതലുള്ള, ക്രിസ്തുമതങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ കൂടെ ആര് നിന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും നിന്നു. അത് ജാതി നോക്കി മതം നോക്കിയിട്ടല്ല. നമ്മോട് അടുപ്പവും സ്നേഹവുമുള്ള സാഹോദര്യം എന്ന് പറയുന്ന വികാരം വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ മാനവികതയാണ്, മനുഷ്യത്വം. രണ്ടാള് തമ്മിൽ സംഘർഷപ്പെടുമ്പോ മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ഭാഗത്ത് ആരാണ് നിൽക്കുന്നത്? ഇസ്രായേലിന് ആ ചരിത്രമില്ല. 23 ലക്ഷം മനുഷ്യരെ ഈ 21ാം നൂറ്റാണ്ടിൽ മാത്രം കൊന്നൊടുക്കിയ രാജ്യമാണ് അമേരിക്ക. അമേരിക്കക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ നുണയാണ്. അമേരിക്ക മനുഷ്യത്വത്തിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉണ്ടായത് തന്നെ നിരപരാധികളെ കൊന്നിട്ടാണ്. 23 ലക്ഷം ആൾ കണക്ക് പ്രകാരം. അതല്ലാത്ത കുറെ ആളുകളെ ഇറാഖിൽ മാത്രം 17 ലക്ഷം ആളുകൾ കൊന്നു. ലോകത്തെ ഏറ്റവും പൈതൃക നഗരമായ ബഗ്ദാദ് തകർത്തു തരിപ്പണമാക്കി. മനുഷ്യത്വല്ല. ഇസ്രായേൽ ഏകദേശം 10-25,000 കുട്ടികളെയാണ് കൊന്നത്. 10-25,000 കുട്ടികളെയാണ് കൊന്നത്. ആ 25,000 കുട്ടികൾ മാത്രമല്ല, 75,000-ഓളം കുട്ടികളെ അനാഥകളാക്കുകയും ചെയ്തു. ആ ഇസ്രായേലിന് മനുഷ്യത്വമില്ല, ലോകത്തില്ല. അപ്പൊ മനുഷ്യത്വം കൂടുതലുള്ള ആളുകൾ ആരാണ്? മാനവികതയുടെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുക. മറ്റൊന്ന് നമ്മളെ പ്രധാനപ്പെട്ട ഭാഗം മാനവികതയുടെ ഭാഗത്ത്. അപ്പോ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, സുന്നി ഷിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഇറാൻ ഷിയാക്കളാണ്. അവർ കുറെ ക്രൂരതകൾ കാണിച്ചിട്ടുണ്ട്. ഉണ്ടാവാം, ഉണ്ട്, ചരിത്രത്തിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഘർഷത്തിന്റെ ചരിത്രം സുന്നി ഷിയ സംഘർഷത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ സുന്നി ഷിയ സംഘർഷമുണ്ട് എന്ന് പറയൽ ആർക്ക് അടിമവേല ചെയ്യലാണ്? അമേരിക്കക്ക് അടിമവേല ചെയ്യും. കാരണം അമേരിക്കയുടെ ആഗ്രഹമാണത്. നിങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ പാടില്ല. സുന്നി ഷിയ സംഘർഷം ഉണ്ടാക്കണമെന്ന പ്രൊജക്ട് ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി മില്യൺ കണക്കിന് ഡോളർ ബജറ്റിൽ വകയിരുത്തിയ രാജ്യമാണ് അമേരിക്ക. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയുള്ള രാജ്യമാണ്. സൗദി അറേബ്യ മുതൽ മിസ്ർ വരെ നീളുന്ന ഏറ്റവും വലിയ ഇസ്രായേൽ ഉണ്ടാക്കുക എന്നുള്ള മതപരമായ ബാധ്യതയായി ഏറ്റെടുത്ത രാജ്യമാണ് ഇസ്രായേൽ. അതിൽ ഇന്ന് ഇറാന്, നാളെ സൗദി, മറ്റന്നാളെ ഖത്തർ, ഇങ്ങനെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വ്യത്യാസം മാത്രം. അതെന്നാണ് ഈ ഉമ്മത്ത് തിരിച്ചറിയുന്ന അന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ അന്ത്യം ഉണ്ടാവുക. ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനൊരു പ്രൊജക്ട് ഉണ്ട്. സ്വന്തം പാർലമെന്റിന്റെ കവാടത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. മദീന മുതൽ നൈൽ വരെ എന്ന് എഴുതി വെച്ച രാജ്യമാണ്. സ്വന്തം രാജ്യത്തിന്റെ അതിർത്തി എവിടെയെന്ന് പാർലമെന്റിൽ രേഖപ്പെടുത്തിയത് മറ്റ് 7 രാജ്യങ്ങളുടെ അതിർത്തി വെച്ചിട്ട് പറഞ്ഞ രാജ്യമാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ അതിർത്തി മുതൽ അതിർത്തി വരെ എഴുതി വെക്കോ? ഇല്ല. ജനാധിപത്യ സമൂഹത്തിന് ചേർന്നല്ല. അങ്ങനെ എഴുതി വെച്ച് പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന്റെ പദ്ധതികള് ശക്തിപ്പെടലാണ് നിങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കുക എന്ന് പറയുന്ന പ്രവണത. നമുക്ക് ഷിയാക്കളോട് നമുക്ക് വിയോജിപ്പുണ്ട്. ഷിയ എന്ന് പറയുന്ന വിശ്വാസധാരയോട് വിയോജിപ്പുകളും വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ശക്തമായ വിയോജിപ്പുകളുണ്ട്. പക്ഷെ അത് എപ്പോൾ പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ട്. എപ്പോൾ പറയുന്നു, ആർക്കു വേണ്ടി പറയുന്നു എന്നതൊക്കെ വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. അതുകൊണ്ട് സാമാന്യ വിവേചന ബുദ്ധി മുസ്ലിം ഉമ്മത്ത് അതിലും പ്രകടിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റൊന്ന് പ്രാർത്ഥനയാണ്. ദുർബലരായ, മർദ്ദിതരായ, മുസ്തദഅഫീങ്ങളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ലോകത്തെ വിശ്വാസികളുടെ ബാധ്യതയാണ്. നമുക്ക് വേറെ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധർമ്മം, ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് മർദ്ദിതരും ദുർബലരുമായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അതുകൊണ്ട് ലഖദ് കാന ലക്കും മായ, ബദർ എല്ലാ കാലത്തും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നന്മയുടെയും സത്യത്തിന്റെയും നീതിയുടെയും ദുർബലരായ ജനവിഭാഗങ്ങളുടെയും ഭാഗത്ത് എല്ലാ കാലത്തും നിൽക്കണം. ലോകത്തേത് സംഘർഷമുണ്ടായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ലഖദ് കാന ലക്കും മായ. അത് ബദർ നൽകുന്ന ഒരു മെസ്സേജാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.